നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും എത്ര കരുതലോടെ ഇരുന്നാലും കയ്യിൽ കാശ് നിൽക്കുന്നില്ലേ? ഭവനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടർച്ചയായി ഉണ്ടാകാറുണ്ടോ? അതിന് ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെ വാസ്തുദോഷങ്ങൾ കാരണമാകും. എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ അധ്യായത്തിൽ കാശ് കയ്യിൽ നിൽക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട ചില വാസ്തുദോഷങ്ങളെ പറയാം. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ആദ്യം ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശ. ഈശാനയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ കാരണം സാമ്പത്തിക സ്ഥിരത മാത്രമല്ല, എല്ലാ കാര്യത്തിലും തടസ്സമായിരിക്കും. വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകും, ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാതെ വരും, ആരോഗ്യസ്ഥിതി മോശമാകും, വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകും. കാരണം ഈശാനയിൽ വാസ്തു പുരുഷന്റെ മസ്തിഷ്കം ഇരിക്കുന്ന ഭാഗമാണ്. ഇവിടെയുള്ള ദോഷങ്ങൾ തീർത്തും ചിന്താശക്തിയെയും മാനസികാവസ്ഥയെയും ബാധിക്കും. നല്ല തീരുമാനം എടുക്കാൻ കഴിയാതെ വരിക, നല്ലതും ചീത്തയും തിരിച്ചറിയാതെ വരിക, മറവി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ഈശാനയിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങളെപ്പറ്റിയും അവ ഉണ്ടാക്കുന്ന ദോഷങ്ങളെപ്പറ്റിയും മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. കാശ് കയ്യിൽ നിൽക്കുന്നില്ല, അതിനായി വടക്ക് കിഴക്ക് ദിശയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഈശാനയെ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. പൂജാമുറിക്കും ധ്യാനത്തിനും അനുയോജ്യമായ ദിശയാണ് വടക്ക് കിഴക്ക് ദിശ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ പ്രധാന വാതിലിനെയാണ്. ഭവനത്തിലേക്ക് പോസിറ്റീവ് എനർജി പ്രവേശിക്കേണ്ട വഴിയാണ് പ്രധാന വാതിൽ. വാതിലിന് നേരെ മരങ്ങൾ, തൂണുകൾ, മാലിന്യ കൂമ്പാരം എന്നിവ ഉണ്ടെങ്കിൽ ഇതിന് തടസ്സമാകും. പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. വാതിലിന് മുൻവശം എപ്പോഴും വൃത്തിയാക്കി ഇടണം. പാദരക്ഷകൾ വാതിലിന് നേരെ ഒരിക്കലും ഊരി വെക്കരുത്. നല്ല വെളിച്ചവും ശുചിത്വവും ഉറപ്പാക്കുക. കാശ് കയ്യിൽ നിൽക്കാത്തതിന് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് ദിശയെയാണ്. തെക്ക് പടിഞ്ഞാറ് ദിശ കന്നിമൂലയിൽ ദോഷങ്ങൾ സ്ഥിരത നഷ്ടമാക്കും. ഇവിടത്തെ ജലസ്രോതസ്, അതുപോലെ ഇവിടുത്തെ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, അടുക്കള ഇവയെല്ലാം വലിയ ദോഷങ്ങൾ വരുത്തിവെക്കുന്നത് തന്നെയാണ്. എത്ര മിച്ചം പിടിക്കാൻ ശ്രമിച്ചാലും നിലനിൽക്കില്ല. കൂടാതെ തെക്ക് പടിഞ്ഞാറ് ദിശയിലെ ദോഷങ്ങൾ അയൽപക്കവുമായി കലഹങ്ങൾ, ബന്ധുക്കൾ അകലുക, മാനഹാനി എന്നിവയും വരുത്തിവെക്കും. പാഴ്ചിലവുകൾ, അതുപോലെ ധനാഗമനം എന്നിവ അനുഭവിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്ലട്ടറുകൾ. അതെ, ഉപയോഗശൂന്യമായ പാഴ് വസ്തുക്കൾ. ഇത് എല്ലായ്പ്പോഴും ദോഷം വരുത്തിവെക്കുന്നത് തന്നെയാണ്. ഉപയോഗശൂന്യമായതും എന്നെങ്കിലും ഉപയോഗം വരുമല്ലോ എന്ന് കരുതി വയ്ക്കുന്ന സാധനങ്ങളും, അതായത് പൊട്ടിയ കണ്ണാടി, പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ, പഴയ പാദരക്ഷകൾ, കേടായി ഇരിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, ക്ലോക്കുകൾ, പഴയ കലണ്ടർ, പൊട്ടിയ വിഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഭവനത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ എന്നിവയെല്ലാം റിപ്പയർ ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇവയെല്ലാം ഭവനത്തിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ പാഴ്ചിലവുകളെ ഒരു അറുതി വരെ നിയന്ത്രിക്കാനാകും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ മധ്യഭാഗത്തെയാണ്. ഇതിനെ ബ്രഹ്മസ്ഥാനം എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഊർജ പ്രവാഹം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഭാരമേറിയ വസ്തുക്കൾ വെക്കുന്നതും ക്ലോക്ക് വൈസ് സ്റ്റെയർകേസ് അഥവാ ഘടികാര ദിശയിലുള്ള പടിക്കെട്ടുകൾ ഇവയെല്ലാം ആ ഊർജ പ്രവാഹത്തെ തടസ്സമാക്കും. വീടിന്റെ മധ്യഭാഗം എപ്പോഴും വൃത്തിയുള്ളതാക്കിയും ഒഴിപ്പിച്ചും ഇടുക. ഇക്കാര്യങ്ങളെല്ലാം ധനം സ്ഥിരമായി നിൽക്കാത്തതിനുള്ള വാസ്തുദോഷങ്ങളാണ്.
പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.